രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനനാ. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ. ഭീഷ്മകൻ പേരുള്ള ഒരു മഹാരാജാവ്, ആ രാജാവിന്റെ ഭാര്യയാണ് ശശിലേഖ. ഭീഷ്മകൻ പറയുമ്പോൾ തന്നെ ശുകാചാര്യൻ പറയുന്നു മഹാൻ മഹാൻ പറയുന്നു. മഹാൻ 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 പറഞ്ഞാൽ സുഖൻ ഒരു സാധാരണ ആളുകളെ മഹാൻ പറയാറില്ലേ? പണമുള്ളവരൊക്കെ മഹാൻ പറയാറില്ലേ? ഇപ്പോൾ പണമുണ്ടെങ്കിൽ മഹാൻ എല്ലാവരും പറയും, അങ്ങനെ പറയാറില്ലേ? മഹാൻ പറയാൻ കാരണം സാക്ഷാത് മഹാലക്ഷ്മി അച്ഛാന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ ഈ ഭീഷ്മക മഹാരാജാവിന്. അതുകൊണ്ടാണ് മഹാന് പറയാൻ കാരണം. ഈ ഭീഷ്മക മഹാരാജാവിന് 5 ആൺകുട്ടികൾ ഉണ്ടായി. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മമാലി, രുക്മകേശി. എല്ലാവർക്കും സുവർണം സുവർണം ഇങ്ങനെ പേരിട്ടു. രുക്മം പറഞ്ഞാൽ സുവർണം, പേര് സുവർണം പേരിട്ടു. സ്വഭാവം ഒന്നും പിച്ചള പോലെ തന്നെ, നല്ല സ്വഭാവം ഇല്ലേ, സുവർണമുള്ള തിളങ്ങുന്ന സ്വഭാവം ഇല്ലേ. അപ്പോൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു പെൺകുട്ടി തരണേ. പെൺകുട്ടി വീട്ടിൽ ഉണ്ടായാലേ ആ ശോഭ നമുക്ക്, വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷം. പുരുഷ കുട്ടികളൊക്കെ വീട്ടിൽ ഉണ്ടാവാറില്ലേ, ആൺകുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ പോകും, വീട്ടിൽ ഉണ്ടാവാറില്ലേ. അപ്പോൾ ഒരു പെൺകുട്ടി വേണം ആഗ്രഹിച്ചു. മഹാലക്ഷ്മി തന്നെ പെൺകുട്ടിയായിട്ട് ജനിച്ചു, രുക്മിണി പേരിട്ടു. ഈ രുക്മിണി സ്വയംവരം ഇവിടെ 3 അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നു ഭാഗവതത്തിൽ. ഇതേ രുക്മിണി സ്വയംവരം വളരെ വിസ്താരമായി 4 അധ്യായത്തിൽ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഗുരുനാഥന്റെ കാവ്യം, രുക്മിണി പരിണയം എന്ന് പറയുന്ന കാവ്യം ഭാഗവതം രണ്ടും ചേർത്ത് നമുക്ക് ആസ്വദിക്കാം. വിദ്യായാം വിനയേ ചൈവ കീർത്തനേ നർത്തനേ തഥാ സൗന്ദര്യേ സദ്ഗുണേ ചൈവ രുക്മിണീ രുക്മിണീ സമാ. രുക്മിണി എല്ലാ സ്പർദ്ധകളിലും തന്റെ സ്കൂളിൽ ഫസ്റ്റ് റാങ്കാണ്. വിദ്യായാം, അതേപോലെ വിനയം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വിദ്യ നിറച്ചുകൊണ്ട് വിനയമില്ലേ, കുതിര പോലെ നടന്നു പോകുന്നു. അങ്ങനെ ഇല്ലാതെ നല്ല വിനയമുണ്ട് രുക്മിണിക്ക്. വിനയേ ചൈവ. പിന്നെ കീർത്തനം, നല്ല കീർത്തനം. രുക്മിണി നല്ല കണ്ഠമാധുര്യം രുക്മിണിക്ക്. നർത്തനേ തഥാ, നർത്തനം. സൗന്ദര്യം, സദ്ഗുണം. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഏകപുത്രനായി ഇരിക്കാൻ പാടില്ലേ എല്ലാവരും. ഒരു അച്ഛനക്ക് ബഹുപുത്രനായി മാറണം. ഒരേ പുത്രൻ എങ്ങനെ ബഹുപുത്രനായി മാറാൻ സാധിക്കും? ഒരു കല പഠിച്ചാൽ ഒരു പുത്രൻ, 2 കല പഠിച്ചാൽ, ഒരു ഫ്ലൂട്ട് വാസിക്കാൻ പഠിക്കണം, ഇല്ലെങ്കിൽ മൃദംഗം വായിക്കാനെങ്കിലും വയലിൻ, ഇല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യാനോ ഭാഗവതം പഠിക്കാനോ, എന്തെങ്കിലും ഒരു സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശുഹു ഇങ്ങനെ പറഞ്ഞിരിക്കണം. ഒന്ന് സാഹിത്യം പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ സംഗീതം പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കല. ഇത് പഠിക്കാതെ ആള് സാക്ഷാത് പശു, സാക്ഷാത് പശു തന്നെ എന്ന് പറഞ്ഞിരിക്കണം. പശു പറഞ്ഞാൽ എനിക്ക് വാള് കൊമ്പ് ഇല്ലല്ലോ എന്ന് പറഞ്ഞോളൂ. പുച്ഛവിഷാണഹീന പശുഹു. പുച്ഛവിഷാണ, പുച്ഛമും വാളും കൊമ്പും ഇല്ലാതെ ഒരു പശു തന്നെ വിചാരിക്കാം. അപ്പോൾ വെറുതെ പശു പറയാൻ പാടില്ലല്ലോ, എന്തെങ്കിലും പശുവിന്റെ സ്വഭാവം വേണമല്ലോ. ഞാൻ പശു പുല്ല് കഴിക്കുന്നു, ഞാൻ പുല്ല് കഴിക്കുന്നില്ലല്ലോ. തൃണം നഖാദന്നപി ജീവമാനഃ തദ്ഭാഗധേയം പരമം പശൂനാം. പിന്നെ സംഗീതം സാഹിത്യം പഠിക്കാതെ ആളെ പശുവിന് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പുല്ല് കഴിക്കുന്നില്ലല്ലോ, പുല്ല് കഴിച്ചാൽ തന്നെ പശുവിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കവി പറയുന്നു പുല്ല് കഴിക്കാതിരിക്കുന്നത് പശുവിന്റെ ഭാഗ്യം. ഇയാൾ പുല്ല് കഴിക്കും തുടങ്ങിയാൽ പിന്നെ പശുവിനെ ഒന്നും കഴിക്കാൻ ഒന്നും കിട്ടാതാവും. തദ്ഭാഗധേയം പരമം പശൂണാം. അത് പശു ചെയ്ത ഭാഗ്യം കൊണ്ടാണ് ഇയാൾ പുല്ല് തിന്നാതെ ആയത്. ഇങ്ങനെ എന്തെങ്കിലും പഠിക്കണം. ഏകപുത്രനായി ഇരിക്കാൻ പാടില്ല, ബഹുപുത്രനായി ആവണം എല്ലാവരും. എന്തെങ്കിലും ഒരു കലയോ ഒരു സംഗീതമോ സാഹിത്യമോ പഠിക്കണം. അപ്പോൾ രുക്മിണി എല്ലാം പഠിച്ചു. ഒരു ദിവസം ഏകദാനന്ദനവനേ ശുദ്ധസ്ഫടിക മണ്ഡപേ വാദയാമാസ സാമീനാം സമവേതാ സഖീജനൈഃ. ഒരു ദിവസം രുക്മിണി ദേവി
തന്റെ തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് നല്ല വെൺപട്ട് ഉടുത്തി വീണ വായിച്ചുകൊണ്ട് ഭഗവാന്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മധുസൂദന മുരളീധര മോഹൻ, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന, ജയ ജയ യദുനന്ദന ജയ ദേവകി മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മുരളീധര മോഹന, വൃന്ദാവന ചന്ദന ഗോപികമന മോഹന, ഗോപികമന മോഹന, വൃന്ദാവന ചന്ദന ഗോപികമന മോഹന, ഗോപികമന മോഹന, ജയ രാധാ ജീവന രാജീവദലലോചന, ജയ രാധാ ജീവന രാജീവദലലോചന, മാധവ മധുസൂദന മുരളീധര മോഹന, മാധവ മുരളീധര മോഹന, മുരളീധര മോഹന, മുരളി മോഹന. രുക്മിണി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ആകാശത്തിൽ നാരദൻ പോയത്. നാരദൻ ആകാശത്തോട് പോകുന്ന സമയത്തിൽ രുക്മിണിയെ കണ്ടു താഴെ. രുക്മിണിയെ കണ്ടപ്പോൾ അമ്മയുടെ ഓർമ്മ വന്നു. നാരദന്റെ അമ്മ ആരാണ്? സരസ്വതി ദേവി. എപ്പോഴും ഇതേപോലെ വീണ കയ്യിൽ വെച്ച് വായിക്കാറുണ്ട്. അങ്ങനെ വീണ വെച്ചിരിക്കുന്ന രുക്മിണിയെ കണ്ടപ്പോൾ അമ്മയുടെ ഓർമ്മ വന്നു. നാരദൻ താഴെ ഇറങ്ങി വന്നു. രുക്മിണിയുടെ പാട്ട് കേട്ടപ്പോൾ അങ്ങനെ സ്തബ്ധനായി നിൽക്കുന്നു. രുക്മിണി പാട്ട് അവസാനിച്ച ശേഷം നാരദൻ പറഞ്ഞു, രുക്മിണി ഇനി പാടരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഒരാൾ പാട്ട് പാടിയ ശേഷം നീ പാടേണ്ടാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? പാട്ട് അത്ര സുഖമില്ല തന്നെ താത്പര്യം. രുക്മിണി ചോദിച്ചു, എന്റെ പാട്ടിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? നാരദൻ പറഞ്ഞു, നിന്റെ പാട്ടിൽ ദോഷമില്ലേ? ഈ പാട്ട് കേൾക്കാൻ യോഗ്യത ഈ ലോകത്തിൽ ഓരോ ആളുക പോലും ഇല്ലേ? നിന്റെ പാട്ട് കേൾക്കണമെങ്കിൽ ഒരു ഓടക്കുഴൽ വിദ്വാൻ ഉണ്ട്, ഫ്ലൂട്ട് വിദ്വാൻ. അയാൾക്ക് മാത്രമേ നിന്റെ പാട്ട് കേൾക്കാൻ യോഗ്യത. ആരാണ് ഫ്ലൂട്ട് വിദ്വാൻ? നാരദൻ കഥ പറഞ്ഞു കൊടുത്തു. കൃഷ്ണന്റെ കഥ മുഴുവനും ഇവിടെ പറഞ്ഞു കൊടുത്ത നാരദൻ നേരെ ഭഗവാന്റെ കൊട്ടാരത്തിലെത്തി. ഭഗവാന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ നാരദനെ പൂജിക്കാൻ വേണ്ടി സ്വയം കൃഷ്ണൻ തന്നെ വെള്ളം കൊണ്ടുവന്നു, കാല് കഴുകാൻ. സ്വയം കൃഷ്ണൻ തന്നെ പുഷ്പം പറിച്ച് കൊണ്ടുവന്നു, ചന്ദനം എടുത്തു വരണു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓടിയാടി കൃഷ്ണൻ സങ്കടപ്പെടുന്ന സമയത്തിൽ നാരദൻ പറഞ്ഞു, കൃഷ്ണ എന്തിനാ ഒറ്റയ്ക്ക് സങ്കടപ്പെടുന്നു? ഒരു കല്യാണം കഴിച്ചാൽ നിനക്ക് വേണ്ട എല്ലാ സൗകര്യവും ഭാര്യ ചെയ്തു തരല്ലേ? അപ്പോൾ കൃഷ്ണൻ പറയുന്നു, അതേപോലെ സാധുക്കളെ പൂജിക്കാൻ ഗുണമുള്ള ഒരു നല്ല ഭാര്യയെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മോഹിച്ചിരിക്കുന്നു. പണ്ടത്തെ കാലത്തിൽ ഭക്ഷണം കഴിക്കാൻ വരൂ വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകും. ഇപ്പോൾ മാറിപ്പോയി. ഭക്ഷണം കഴിക്കാൻ വരുന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. കാലം എങ്ങനെ മാറിക്കഴിഞ്ഞു. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അവർ ഭാര്യമാർ സമ്മതിച്ചാലേ അവിടെ ഭക്ഷണം തയ്യാർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്തന്മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ ഒരു സ്വഭാവമുള്ള നല്ല പെൺകുട്ടി വേണം. ഇത് പറഞ്ഞപ്പോൾ നാരദൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ വിദർഭദേശത്തിൽ നിന്നും വരുന്നു. നിനക്ക് വേണ്ടി ഞാൻ പെൺകുട്ടി നോക്കി വെച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയെ രുക്മിണിയെ വിവാഹം കഴിച്ചോളൂ. നാരദൻ പരസ്പരം തമ്മിൽ പ്രേമം ഉണ്ടാക്കി വെച്ചു. രുക്മിണിയുടെ ഈ പ്രേമഭാവം മനസ്സിലാക്കിയ ഭീഷ്മക മഹാരാജാവ് ബന്ധുക്കളിടത്തിൽ വിഷയം പറഞ്ഞ് അറിയിച്ചു. ഞാൻ എന്റെ പെൺകുട്ടിയെ കൃഷ്ണനുക്ക് തരണം തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. കൃഷ്ണനുക്ക് തന്നെ തരണം.